ഏതെല്ലാം ശത്രുതയുള്ള ആളുകൾ ആരൊക്കെ ആവട്ടെ, ഒരുപക്ഷെ അള്ളാഹുയുടെ കൽബുകളിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാം. അത് സാധ്യമാണ്. ലോകത്തെ എത്രയെത്ര സംഭവങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ ആളുകൾ ഇസ്ലാം സ്വീകരിച്ച അനുഭവങ്ങളൊക്കെ നിരൂപിക്കാനും വിമർശിക്കാനും ഇസ്ലാമിനെ പഠിച്ച ആളുകൾ പിന്നെ ഇസ്ലാമിലേക്ക് വരികയാണ്. യാ അല്ലാഹ്, എത്ര ആളുകളാണ് ഒഴുകുന്നത്. ആൻഡ്രൂ ടേറ്റ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാം ആരാണ് ആൻഡ്രൂ ടേറ്റ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്. വലിയ സെലിബ്രിറ്റിയാണ്. എന്തേ? ഈ മതത്തിന്റെ സൗന്ദര്യം, ആ ഹിദായത്തിന്റെ നൂറ് അള്ളാഹ് എപ്പോഴാണ് കൊടുക്കുക എന്നറിയില്ല. യാ അല്ലാഹ്. അബൂദർ റളിയല്ലാഹു അൻഹു ഒരു കൊള്ളക്കാരനായി ജീവിച്ചിരുന്ന മരുഭൂമിയിലെ ബൾഗറാണ്. അവിടെ കച്ചവട സംഘങ്ങൾ കടന്നു പോകുമ്പോൾ അവരെ പിടിച്ചു പറിച്ചിരുന്ന ആളാണ്. എന്നാൽ വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, ഒരാളിന്റെ ഒരു ദിവസത്തെ ചെലവ് കഴിഞ്ഞ് മിച്ചം വന്നത് എന്തെങ്കിലും കീശയിൽ ബാക്കി വെച്ചാൽ അത് അല്ലാഹുവിന്റെ വഴിയിൽ കൊടുക്കാതെ നാളത്തേക്ക് എടുത്തു വെച്ചാൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പോലും ചിന്തിക്കുമായിരുന്ന മഹാനായി, അങ്ങേയറ്റം സുഹുദിന്റെ പരിത്യാഗത്തിന്റെ ദുനിയാവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു മഹാനുഭാവനായി മാറിയ അബൂദർ റളിയല്ലാഹു അൻഹു. അവരോടാ പറഞ്ഞത്, അബൂദർറേ ഇന്നക അംറുൻ ലാ യബ്ഖാ ലക വലദ്. അബൂദർറേ, നിങ്ങളുടെ മക്കളൊക്കെ മരിച്ചു പോവാണല്ലേ, നിങ്ങൾക്ക് മക്കൾ ഇങ്ങനെ ജീവിക്കുന്നില്ലല്ലോ, എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി നോക്കണേ, മക്കളെ തരുന്നത് അല്ലാഹുവാണ്, കൊണ്ടുപോകുന്നതും അല്ലാഹു തന്നെ. പെൺകുട്ടി ജനിച്ചാലും ആൺകുട്ടി ജനിച്ചാലും അത് ഉപ്പയുടെയോ ഉമ്മയുടെയോ പവറല്ല. നമ്മൾ മനസ്സിലാക്കണം, ഉമ്മമാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക് പെൺകുട്ടികൾ ജനിച്ചാൽ അവരല്ല ജെൻഡർ തീരുമാനിച്ചത്, പിന്നെ ആരാണ്? അല്ലാഹുവാണ്. പെണ്ണായത് ആ പ്രസവിച്ച ആള് പെണ്ണായത് കൊണ്ടല്ല, ആണായത് നിങ്ങൾ വാപ്പയായത് കൊണ്ടുമല്ല. ജെൻഡർ തീരുമാനിക്കുന്നത് അല്ലാഹുവല്ലേ. ജനിക്കുന്ന കുഞ്ഞിന്റെ ചെവിയിൽ വാങ്ങും ഇഖാമത്തും കൊടുക്കുകയാണ്. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളൊക്കെ. ഇനി നിസ്കാരമാണ് ബാക്കിയുള്ളത്. ജനാസ എടുത്തു വെച്ചാൽ പിന്നെ ഒരു ബാങ്കില്ല, പിന്നെ ഒരു ഇഖാമത്തില്ല. അല്ലാഹു അക്ബർ, പിന്നെ നേരെ നിസ്കാരമാണ്. ഒരു ഇഖാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയം പോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പഠിപ്പിക്കാനല്ലയോ ജനിച്ച കുഞ്ഞിന്റെ ചെവിയിൽ വാങ്ങും ഇഖാമത്തും കൊടുക്കാൻ പറഞ്ഞത്. പിന്നെ നേരെ നിസ്കാരമാണ്, പിന്നെ ഒരു വാങ്കില്ല, ഇഖാമത്തില്ല. അതുകൊണ്ട് മക്കളെ കൊണ്ടുപോകുന്നത് അല്ലാഹുവാണ്. മരണത്തിന് സമയം അല്ലാഹു വെച്ചില്ല. ഗർഭത്തിൽ വെച്ച് മരിക്കാം, പ്രസവിച്ചിട്ട് മരിക്കാം, ഒരു ദിവസം കൊണ്ട് മരിക്കാം, 10 ദിവസം, 1 വയസ്സ്, 1 മാസം, 2 മാസം. അല്ലാഹുവിന്റെ തീരുമാനമാണ്. അബൂദർറേ ഇന്നക അംറുൻ ലാ യബ്ഖാ ലക വലദ്. അബൂദർറേ, നിങ്ങളുടെ മക്കൾ എന്താ ഇങ്ങനെ മരിച്ചു പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അൽഹംദുലില്ലാഹ്, ഒരു പിതാവിന് പറയാൻ കഴിയുമായിരുന്ന വാക്കുകളിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ വാക്കാണ് അവിടെ അത്. കാരണം എന്റെ മക്കൾ മരിച്ചു പോകുന്നു എന്ന് പറയുമ്പോഴും അൽഹംദുലില്ലാഹ് കുല്ലു ദാലിക ഫീ കിതാബ്, അതെന്റെ റബ്ബ് രേഖപ്പെടുത്തി വെച്ച വിഷയമല്ലയോ. അൽഹംദുലില്ലാഹില്ലദീ യഖുദുഹും ഫീ ദാരിൽ ഫനാ, എല്ലാവരും മരിച്ചു പോകുന്ന ഈ വീട്ടിൽ നിന്ന് എന്റെ മക്കളെ കൊണ്ടുപോകുന്ന റബ്ബേ നിനക്ക് സ്തുതി. വയദ്ഖിറുഹും ഫീ ദാരിൽ ബഖാ, ഇനി ഒരിക്കലും മരണമില്ലാത്ത, അറ്റമില്ലാത്ത, അവസാനമില്ലാത്ത പരലോകത്തേക്ക് വേണ്ടി ആ മക്കളെ ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുകയല്ലയോ റബ്ബേ നീ ചെയ്യുന്നത്. ആ മക്കളെ നാളത്തെ അനന്തമായ ജീവിതത്തിന് ഞങ്ങൾക്ക് ഒരുക്കി തരികയല്ലോ ചെയ്യുന്നത്. അങ്ങനത്തെ റബ്ബേ നിനക്ക് സ്തുതി എന്ന് അങ്ങനെ ഹംദ് കൊണ്ട് മറുപടി പറഞ്ഞ സ്വഹാബിയാണ് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. സ്വഹാബിമാരിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം അവരുടെ മഖാമ് കിടക്കുന്നത് ത്വായിഫിലാണ്. മസ്ജിദ് ഇബ്നു അബ്ബാസ് എന്ന മസ്ജിദുണ്ട്, വിശാലമായ വലിയൊരു മസ്ജിദ്. അതിന്റെ അരികത്ത് ശുഹദാക്കളുടെ മഖാമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരുപാട് വർഷങ്ങൾ ദർസ് നടത്തിയത് മക്കയിലെ പള്ളിയിലാണ്, മസ്ജിദുൽ ഹറാമിലാണ്. മസ്ജിദുൽ ഹറാമിലെ 30-ലേറെ വർഷത്തെ മുദർരിസാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് ഇങ്ങനെ ദർസ് നടത്താൻ വരുന്ന വഴിയിലാണ് ആരോ വിളിച്ചു പറയുന്നത്. ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഇബ്നു അബ്ബാസ് ഇബ്നു അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മിന്റെ പുത്രനായവരെ, ഹബീബായ നബിയുടെ പിതൃ സഹോദര പുത്ര, സയ്യിദായവരെ, തങ്ങളെ, നിങ്ങളുടെ മകനെ അല്ലാഹു കൊണ്ടുപോയിരിക്കുന്നു, നിങ്ങളുടെ മകൻ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ വാഹനത്തിലാണ്, കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ മഹാൻ സഞ്ചരിക്കുകയാണ്. വഴിയിൽ നിന്ന് വാഹനപ്പുറത്ത് താഴെ ഇറങ്ങുന്നു. നമ്മളൊരു വാർത്ത കേൾക്കുമ്പോ ബോധം കെട്ടി വീഴൂലേ?
വിഷമിച്ചു പോവില്ലേ? എത്ര വേദനയോടുകൂടെയാണ് നമ്മൾ പറയുക ചില ആളുകളോട്, മക്കൾ മരിച്ചു എന്ന് പറയുന്നതിന് പകരം മകൻ സീരിയസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ വലിയ പ്രയാസത്തിലാണെന്ന്, ഉടനെ വരണം പെട്ടെന്ന് വരണം, എന്തേ കാരണം എന്ന് ചോദിക്കുമ്പോൾ വിഷമിക്കാനൊന്നും ഇല്ല. എന്തുകൊണ്ട്? മരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളത് സ്വീകരിക്കുന്നത് എന്നറിയില്ലല്ലോ. എന്നാൽ അത് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ അനിവാര്യമായൊരു ഘട്ടം. മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ അതിൽ വ്യത്യാസമില്ല. മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവനും വേണ്ടപ്പെട്ടവർ മരിച്ചു പോകും, പിന്നെ അവർ തന്നെയും മരിച്ചു പോകും. നമുക്ക് വേണ്ടപ്പെട്ടവരാ അപ്പം മരിക്കുക, ഇനി നമ്മളാ മരിക്കുന്നത്. രണ്ടും അനുഭവിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മോൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ വാഹനപ്പുറത്ത് താഴെ ഇറങ്ങി സ്വല്ലാ റകഅതൈൻ, 2 റകഅത്ത് മഹാനവറുകൾ നിസ്കരിച്ചു. അത് മഹാൻ തുടങ്ങിയൊരു സുന്നത്താണ്. ഒരു മുസീബത്ത് വരുന്ന സമയത്ത് 2 റകഅത്ത് സുന്നത്ത്. മാ ഫഅലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു മറുപടി ഇത് തന്നെയാണ്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മുസീബത്ത് വരുമ്പോൾ 2 റകഅത്ത് സുന്നത്തുണ്ട്. ഹദീസിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ സന്നഹ സ്വഹാബിയുൻ. എന്തുകൊണ്ട്? മാലം യരിദ് ബിഹി നസ്സുൻ, അതിനെ നഹി ചെയ്യുന്ന, പാടില്ല എന്ന് പറയുന്ന ഒരു നിരോധനം ശറഇലില്ല. അതിന് കുഴപ്പമില്ല എന്നാണ്. പാടില്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല. പക്ഷേ ശറഅ് നമുക്ക് ഓപ്പൺ ചെയ്തു തന്ന ഇബാദത്തിന്റെ ഹുബ്ബിന്റെ മേഖലകളൊക്കെ അങ്ങനെയാണ്. അതിനൊന്നും സങ്കുചിതമാക്കേണ്ട കാര്യമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വല്ലാ റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിച്ചവിടെ ثم رفع رأسه إلى السماء, മക്കയിലേക്ക് എത്തുന്ന വഴിയാണ്. മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിൽ ആകാശത്തേക്ക് കൈയുയർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി. വ ഇന്നാ ലില്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ നിനക്കുള്ളവനാണ്. ഔറത്തുൻ സതറഹല്ലാഹ് വമുഅനത്തുൻ കഫാഹല്ലാഹ് വഅജ്റുൻ സാഖഹുല്ലാഹ്. അല്ലാഹുവേ നീ കൊണ്ടുപോയ എൻ്റെ ഒരു മറയാണത്. അല്ലാഹുവേ ഞാൻ ചെലവ് കൊടുക്കേണ്ടിയിരുന്ന എൻ്റെ കുഞ്ഞാണത്. ആ കുഞ്ഞിന്റെ ചെലവ് നീ ഏറ്റെടുത്തല്ലേ. വഅജ്റുൻ സാഖഹുല്ലാഹ്, ആ ഒരു കുഞ്ഞിന്റെ മരണത്തിൽ സങ്കടപ്പെടുമ്പോ, സഹിക്കുമ്പോ, ക്ഷമിക്കുമ്പോൾ അതിന് പകരം എനിക്ക് കൂലി നൽകുന്നവനെ അല്ലാഹ് എന്ന് ദുആ ചെയ്ത് ഇനി ത്വായിഫിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, അവിടെ മറവ് ചെയ്ത് കാണും മഹാനവറുകൾ. എന്നിട്ട് മക്കയിലേക്ക് നടക്കുകയാണ്, യാത്ര തുടരുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വല്ലാഹു യഫഅലു മാ യശാ, വല്ലാഹു യഫഅലു മാ യശാ ഫകിലിൽ ഉമൂറ ഇലൽ ഖദാ. അല്ലാഹു ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും അല്ലാഹുവിന്റെ ഖദായിലേക്ക് വിടേണമേ. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു തീരുമാനിച്ചു, അവൻ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലാഹു ചെയ്തു. അങ്ങനെ മുഅ്മിൻ പറയാൻ പാടുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ 7 മക്കൾ ഒരു ദിവസം വഫാത്തായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ 7 മക്കൾ മരിച്ചത് ഒരു ദിവസമാണ്. ആലോചിക്കാൻ കഴിയുന്നുണ്ടോ മുഅ്മിനെ? അത് ഒരു വീട്ടിൽ നിന്ന് 7 മക്കൾ മരിച്ചു പോകുന്നു ഒരൊറ്റ ദിവസം. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കള്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് അതിന് മറുപടിയായി പറഞ്ഞത് അൽഹംദുലില്ലാഹി ഇന്നി മുസ്ലിമുൻ വ മുസല്ലിം, ഞാൻ മുസ്ലിമാണ്, അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളാണ്. വ മുസല്ലിമുൻ, എന്റെ കാര്യം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. 7 പേരാണ് മക്കളുണ്ടായത്. 7 പേരെയും ഒരു ദിവസം അല്ലാഹു കൊണ്ടുപോയ അനുഭവം അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്. യംലിസ്സഗീറു ഇദൻ ഖലത് അയ്യാമുഹു ഇസ്റൽ കബീരി വയൂലദുൽ മൗലൂദു والناس في قسم المنية بينهم كالزرع منه قائم وحصيد يمضي الصغير إذا انقضت أيامه. ഒരു കുഞ്ഞിനെ അല്ലാഹു കണക്കാക്കിയ ആയുസ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് മരിച്ചു പോവുകയാണ്. ഇസ്റൽ കബീരി വയൂലദുൽ മൗലൂദു, പ്രായമുള്ളവരും മരിച്ചു പോകുന്നു. ബാക്കിലതാ പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. വന്നാസു ഫീ ഖിസമിൽ മനിയതി ബൈനഹും കസ്സർഇ മിൻഹു ഖായിമുൻ വഹസീദു. മരണവും ജനങ്ങളും എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ
നെൽവയലിൽ നെൽക്കതിരുകൾ എണീറ്റ് നിൽക്കുന്ന പോലെ ചിലതിനെ മുറിച്ചു കൊണ്ടുപോകുന്നു, ചിലത് അവിടെ തന്നെ ബാക്കിയാവുന്നു. ഇതുപോലെയല്ലേ ജീവിതമെന്ന് കവി പറയുന്നത് എത്ര യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ആരാശ്വസിപ്പിച്ചാലും മനസ്സുകൊണ്ട് ആശ്വസിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളാണ്. എന്നാൽ നിബിതങ്ങൾ പറഞ്ഞു തന്ന ഈ ആശയങ്ങൾ, വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച ഈ ആശയങ്ങൾ, ആ ആശയങ്ങളിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് ക്ഷമിക്കുകയാണെങ്കിൽ അതല്ലാതെ മറ്റൊരു വഴിയും ഈ പ്രപഞ്ചത്തിലില്ല. ആരെ സമാധാനിപ്പിക്കാൻ കഴിയും? ഓരോരുത്തരും സമാനമായ കൈപ്പനുഭവങ്ങൾ ഉള്ളവരല്ലയോ? ലാ തഷ്കുവന്ന ഇലൽ ഇബാദി ഫഇന്നമാ തഷ്കുർ റഹീമ ഇലല്ലദീ ലാ യർഹമൂ. കാരുണ്യവാനായ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ പരാതി പറയുകയാണോ? നിങ്ങളോട് ഒരു കരുണ പോലും കാണിക്കാൻ കഴിയാത്ത മനുഷ്യരോട് ലാ തഷ്കുവന്ന ഇലൽ ഇബാദി ഫഇന്നമാ, നിങ്ങളുടെ വേദനകൾ മനുഷ്യരോട് പറഞ്ഞ് പരാതി പറയല്ലേ. എന്തുകൊണ്ട് പരാതി പറയല്ലേ? ഫഇന്നമാ തഷ്കുർ റഹീമ ഇലല്ലദീ ലാ യർഹമൂ, കാരുണ്യവാനായ റഹീമിനെയാണ് നിങ്ങൾ പരാതിപ്പെടുന്നത്. ആരോട്? ഒരു റഹ്മത്തും നിങ്ങൾക്ക് ചെയ്യാൻ കഴിവില്ലാത്ത സാധുക്കളോടാണോ നിങ്ങൾ? കാരുണ്യവാൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അള്ളാഹു എന്നോട് ഇങ്ങനെ ചെയ്തു, അള്ളാഹു എൻ്റെ മക്കളെ ഇങ്ങനെ ആക്കിയത്, അള്ളാഹു എൻ്റെ വീട് ഇങ്ങനെ, എൻ്റെ ജോലി ഇങ്ങനെ, എൻ്റെ കടബാധ്യതകൾ ഇങ്ങനെ, എൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ എന്ന് നിങ്ങൾ പരാതി പറയുന്നത് മനുഷ്യരോടല്ലേ? അവര് കാരുണ്യവാനെ പോലെയാണോ? കാരുണ്യവാനായ റഹ്മാൻ തരുന്ന പോലെ അവർക്കാർക്കെങ്കിലും തരാൻ കഴിയുമോ? വഇദ ബുതുലീത ബികർബത്തിൻ ഫൽബസ് ലഹാ ثوب السكوت فإن ذلك أسلموا. പ്രയാസങ്ങൾ വരുമ്പോൾ മൗനത്തിന്റെ കുപ്പായമാണ് നിങ്ങൾ അണിയേണ്ടത്. മൗനം പാലിക്കുക, പറയാതിരിക്കുക. നിങ്ങൾ വേവലാതിപ്പെടരുതേ. തട്ടഹസിച്ച് നിലവിളിക്കല്ലേ. അള്ളാഹുവിനെ പറ്റി പറയാൻ പാടില്ലാത്തത് പറയല്ലേ. ലാ തഷ്കുവന്ന ഇലൽ ഇബാദി ഫഇന്നമാ തഷ്കുർ റഹീമ ഇലല്ലദീ ലാ യർഹമൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ? ഖാമിസുൽ ഖുലഫാഇർ റാഷിദീൻ എന്നാണ് അറിയപ്പെടുന്നത്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ തൊട്ടുടനെയല്ല വന്നത്, എന്നാൽ പോലും അമവി ഭരണാധികാരിയായിരുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 2.5 വർഷമാണ് ഭരണം നടത്തിയത്. സയ്യിദുസ് സാഹിദീൻ, സാഹിദീങ്ങളുടെ നേതാവെന്ന് ഉലമാ പറഞ്ഞ മഹാൻ. ഓരോ 100 കൊല്ലം കഴിയുമ്പോഴും ഒരു മുജദ്ദിദിനെ അല്ലാഹു പറഞ്ഞേക്കുമെന്ന് പുണ്യനബി പറഞ്ഞ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. അലാ റഅസി കുല്ലി മിഅത്തിൻ, ഓരോ 100 വർഷത്തിലും ഈ ഉമ്മത്തിന് നവോത്ഥാനം നൽകാൻ പോകുന്ന ഉലമാഇനെ, ഔലിയാഇനെ അല്ലാഹു നിയമിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദുൽ മിഅത്തിൽ ഊലാ, 1-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ 100 കൊല്ലം, ഹബീബിന്റെ 100 കൊല്ലത്തെ ആ ആദ്യത്തെ 100 കൊല്ലത്തിന്റെ മുജദ്ദിദ് ആരാണെന്നറിയുമോ? ആരാണ് ആദ്യത്തെ 100 കൊല്ലത്തിന്റെ മുജദ്ദിദ് എന്നറിയുമോ? അത് മറ്റാരുമല്ല, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. ബിഇജ്മാഇൽ ഉലമാ, പണ്ഡിതന്മാർക്ക് ഏകഭിപ്രായമാണ് അതിൽ. അങ്ങനത്തെ മുജദ്ദിദാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. രാജാവായി, രാജകുമാരനായി ജീവിച്ചിരുന്ന ആളാണ്. പക്ഷേ ദുനിയാ വഹിയ റാഗിമ, വേണ്ടെന്ന് വെച്ചിട്ട് പോലും ദുനിയാവ് ഒഴുകി വരികയായിരുന്നു മുമ്പിലേക്ക്. കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അവരുടെ പ്രിയപ്പെട്ട മകൻ, ആ അവരുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന മകൻ മരണാസന്നനായി കിടക്കുകയാണ് വീട്ടില്. അബ്ദുൽ മലിക് എന്നാണ് മകന്റെ പേര്. അവരുടെ അബ്ദുൽ അസീസ് തങ്ങളുടെ അമ്മോഷന്റെ പേരും അബ്ദുൽ മലിക്കാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് ബിൻ മർവാൻ. അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മകളാണ് ഫാത്തിമ. ആ മോളാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ. അവരുടെ മകനാണ് അബ്ദുൽ മലിക്. മോനോട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരണശയ്യയിൽ കിടക്കുന്ന മകനുമായി നടത്തിയ ഒരു സംഭാഷണം അത്ഭുതപ്പെട്ടു പോവുകയാണ്. എങ്ങനെയാണ് അവർ സംസാരിച്ചത്? അതും എത്ര മനോഹരമായ മറുപടി. നമുക്ക് പനി പിടിച്ചു കിടന്നാൽ സംസാരിക്കാൻ, വായ തുറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, അല്ലേ? വലിയ പ്രയാസമായിരിക്കും. തലവേദന പിടിച്ചു കിടക്കുമ്പോൾ നമ്മളുണ്ടോ മിണ്ടുന്നു. പക്ഷേ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മകൻ അബ്ദുൽ മലിക് മരിക്കാൻ പോകുമ്പോ, യാ ബുനയ്യ കൈഫ തജിദുക്, മോനെ, കുഞ്ഞുമോനെ, എങ്ങനെയുണ്ട് മോനെ?
അബ്ദുൽ മലിക്കിന്റെ മറുപടി വന്നു, തജിദുനി അബതാഹു ഫിൽ മൗത്ത്. ഉപ്പാ, ഞാൻ മരിക്കാൻ പോവുകയാണ് കേട്ടോ. ടീനേജറാണ്, 20 വയസ്സ് താഴെ പ്രായമുള്ളൂ അബ്ദുൽ മലിക്കിന് മരിക്കുമ്പോൾ. യാ ബുനയ്യ, പാപ്പ മോനോട്, മോൻ പറയാം, ഉപ്പാ ഞാൻ മരിക്കാൻ കേട്ടോ. നോക്കണേ, ആ ഒരു ഓർമ്മയിലാ കുട്ടി കിടക്കണത്. പാപ്പയുടെ മറുപടി, യാ ബുനയ്യ, മോനെ, ലഅൻ തകൂന ഫീ മീസാനി അഹബ്ബു ഇലയ്യ മിൻ അൻ അകൂന ഫീ മീസാനിക്. എന്ന് പറഞ്ഞാൽ, ഞാൻ ജീവിച്ചിരിക്കെ മോനെ നീ മരിക്കുന്നതാണ്, നീ ജീവിച്ചിരിക്കെ ഞാൻ മരിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള്. മോൻ മരിക്കാൻ പോവാണ്, മോനെ നീ മരിച്ചാൽ ആ മരണം കാരണം എന്റെ മീസാനിൽ എനിക്ക് അമല് തൂങ്ങിക്കിട്ടും. അതാണ്, ഞാൻ മരിച്ചിട്ട് എന്റെ മേൽ സങ്കടപ്പെട്ട് നിങ്ങൾ ക്ഷമിച്ചു കഴിയുമ്പോൾ ആ ക്ഷമക്ക് നിങ്ങളുടെ മീസാനിൽ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്റെ മീസാനിൽ നിങ്ങൾ കാരണം ഗുണം കിട്ടലാണ് മോനെ. അതുകൊണ്ട് നിങ്ങളുടെ മരണത്തിൽ എനിക്ക് വിഷമം പറയാനില്ല. മകൻ പറഞ്ഞു, യാ അബഹ്തി, യാ അബതി വാപ്പ. ഇതൊക്കെ എന്ത് നോക്കൂ, വളരെ വളരെ ഹൈലി ഇന്റലക്ച്വൽ ആൻസേഴ്സ് ആണ്, വളരെ ബുദ്ധിപരമായ മറുപടിയാണ് ഈ കുട്ടി കൊടുത്തുകൊണ്ടിരിക്കുക, അതും മരണശയ്യയിൽ. യാ അബതി വല്ലാഹി ലാ യകൂന മാ തുഹിബ്ബുഹു അഹബ്ബു ഇലയ്യ മിൻ അൻ യകൂന മാ ഉഹിബ്ബു. ഉപ്പാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നടക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നടക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം. ثم مات رحمه الله. ഇത് പറഞ്ഞിട്ടാണ് അബ്ദുൽ മലിക് ബിൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഒരു മോൻ ലോകത്തോട് വിട പറയുന്നത്. ഉപ്പാ, എന്റെ മരണം നിങ്ങൾക്ക് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് കൂലി കിട്ടലാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അത് തന്നെയാണ് ഉപ്പാ എന്റെയും ആഗ്രഹം. അബ്ദുൽ മലിക്കിനെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഏതൊരു മയ്യിത്തും കൊണ്ടുപോയി മറവ് ചെയ്യുന്നവരെ അതുപോലെ മറവ് ചെയ്തു. എന്നിട്ട് ഖബറിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഭരണാധികാരിയാണ്, ഒരുപാട് ആളുകൾ കൂടെയുണ്ട്. ആ ഖബറിലേക്ക് നോക്കിയിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ കുഞ്ഞിനോട് സംസാരിച്ച ചില വാക്കുകളുണ്ട്. മരിച്ചുപോയ മോനോട് തന്നെയാണ് മഹാൻ സംസാരിക്കുന്നത്. വല്ലാഹി യാ ബുനയ്യ, എന്റെ മോനെ, ലഖദ് കുൻത ബാറൻ ബി അബീക്. മോനെ, നിന്റെ ഉപ്പയാ എന്നോട് നന്നായി പെരുമാറിയിരുന്ന മോനായിരുന്നു മോനെ നീയേ. ഇതൊരു വാപ്പ മകനെ പറ്റി പറഞ്ഞാൽ മകൻ എന്ന നിലയിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണത്. മോനെ, ലഖദ് കുൻത ബാറൻ ബി അബീക്. നമ്മുടെ മാതാപിതാക്കളിൽ ആരുടെ പോലും മനസ്സ് നമ്മളെ കൊണ്ട് വേദനിക്കാതെ, എന്റെ മോനെ, എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ന്യൂനതകൾ നിന്നിലുണ്ടെങ്കിലും നിന്നോട് എനിക്ക് പൊരുത്തമാണെന്ന് പറയുന്ന ഉമ്മയും ഉപ്പയുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു ഉമ്മയാണ്, ഒരു ഉപ്പയാണ്. എന്റെ പ്രിയങ്കരായ വിദ്യാർത്ഥിനികളെ, നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. എന്റെ മോൻ അല്ലാഹുവേ എന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് നമ്മുടെ മരണശേഷമെങ്കിൽ പോലും നമ്മളെ കുറിച്ച് പറയപ്പെടണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മകന്റെ ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് വലിയ ഒരു സന്ദേശം ലോകത്തിന് കൈമാറുകയാണ്. ലഖദ് കുൻത ബാറൻ ബി അബീക്. മോനെ, നീ നിന്റെ ഉപ്പയാ എന്നോട് നന്നായി പെരുമാറിയ ആളായിരുന്നു. വല്ലാഹി മാ സിൽതു മസ്റൂറൻ ബിക മുൻദു വഹബകല്ലാഹു ലി. അല്ലാഹു നിന്നെ എനിക്ക് തന്ന ആ ആദ്യത്തെ ദിവസം മുതൽ നിന്നെക്കുറിച്ച് സന്തോഷമേ മോനെ എനിക്ക് അല്ലാഹു നൽകിയിട്ടുള്ളൂ. നിന്നിൽ നിന്ന് സന്തോഷമേ മോനെ എനിക്കുണ്ടായിട്ടുള്ളൂ. ഇലാ അനസ്തൗദഅതുകല്ലാഹു ഫിൽ മൻസിലില്ലദീ സയ്യറകല്ലാഹു ഇലൈഹി. നീ കിടക്കുന്ന ഖബറിലേക്ക് അല്ലാഹു നിന്നെ കൊണ്ടുപോകുന്നവരെ മോനെ നീ എന്റെ കണ്ണിന്റെ കുളിർമയായിരുന്നു. ഇതൊരു വാപ്പ പറഞ്ഞാൽ അത് മകന് കിട്ടുന്ന ശഫാഅത്താണ്. ഫറഹിമകല്ലാഹ്, മോനെ അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വഗഫറ ദംബക്, നിന്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരട്ടെ. ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരി, സയ്യിദുസ് സാഹിദീൻ എന്ന ഉലമാ പറഞ്ഞ ഉമ്മവി ഭരണാധികാരികളിൽ വന്ന 2-ാം ഉമർ എന്ന് ലോകം അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മകന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയാണ്.
പറയുകയാണ്, വജസാക ബിഅഹ്സനി അമലിക്, വാപ്പയായ എന്നോട് നിന്റെ ഉമ്മയോട് നീ ചെയ്ത നന്മയ്ക്ക് പകരം അല്ലാഹു നിനക്ക് നന്മ ചെയ്യട്ടെ. വറഹിമ കുല്ല ശാഫിഇൻ യശ്ഫഉ ലക ബിഖൈർ, മോനെ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഷാഹിദിൻ ഔ ഗായിബ് റളിനാ ബിഖളാഇല്ലാഹ്, അല്ലാഹുവേ നിന്റെ തീരുമാനം ഞാൻ തൃപ്തിപ്പെട്ടു റബ്ബേ. വസല്ലംനാ ലി അംരില്ലാഹ്, അല്ലാഹുവേ നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി എന്നെയും എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മോനെ മറവ് ചെയ്തതിന് ശേഷം മോന്റെ ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞ വാക്കുകളാണിത്. എന്നിട്ട് അവിടുത്തെ ഭരണക്കസേരയിലേക്ക് പോവുകയാണ്. ഭരണം നടത്താൻ ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി നീങ്ങുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ ഈ അബ്ദുൽ മലിക് എന്ന മകൻ മരിക്കുന്നതിന് മുമ്പ് സഹൽ എന്ന് പറയുന്ന മറ്റൊരു മകൻ മരിച്ചു പോയിട്ടുണ്ട്. ഉമർ എന്നവർക്ക്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് സഹൽ എന്ന് പറയുന്ന മറ്റൊരു മകനും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അഹബ്ബു ഇഖ്വതിഹി, മഹാനായ അബ്ദുൽ മലിക് എന്ന മകന്റെ, ആ ഒരു പുണ്യവാനായ മകന്റെ ഏറ്റവും സ്നേഹിതനായ, ഏറ്റവും അടുത്ത, ജീവന തുല്യം തന്റെ ഉടപ്പറപ്പ് എന്ന് പറയുന്ന കൂട്ടുകാരനാണത്. അതോടൊപ്പം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മൗല, ബഹുമാനപ്പെട്ടവരുടെ ഖാദിമായിരുന്നു മുസാഹിം റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും മരിച്ചു പോകുന്നത് ഏകദേശം ഒരേ വർഷത്തിലാണ്. അല്ലാഹു അജ്റക യാ അമീറുൽ മുഅ്മിനീൻ. മഹാനായ റബീഉ ഇബ്നു സബറ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് അനുശോചനം അറിയിക്കുകയാണ്. ഒരാൾ മരിച്ചു പോയാൽ പറയേണ്ട വാക്കെന്താണ്? അല്ലാഹു അജ്റക വഗഫറല്ലാഹു ലിമയ്യിതിക്, അല്ലാഹു അഹ്സനല്ലാഹു അസാഅക, അല്ലാഹു നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകട്ടെ, മരിച്ചുപോയ ആൾക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ വിഷയത്തിൽ നിങ്ങൾ ക്ഷമിക്കുന്നതിന് അല്ലാഹു കൂലി തരട്ടെ. അതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാഹു അജ്റക യാ അമീറുൽ മുഅ്മിനീൻ. റബീഉ ഇബ്നു സബറ തങ്ങൾ വന്നിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ ആശ്വസിപ്പിക്കുകയാണ്. മൗല ഹാസിം എന്നവരും ബഹുമാനപ്പെട്ടവരുടെ മൗല മുസാഹിം എന്നവരും മരിച്ചിട്ടുണ്ട്. മകൻ അബ്ദുൽ മലിക് മരിച്ചിട്ടുണ്ട്. സഹൽ മരിച്ചിട്ടുണ്ട്. ഇവരുടെ മരണത്തിലൊക്കെ ആശ്വസിപ്പിക്കുകയാണ്. മാ റഅയ്തു അഹദൻ ഉസീബ ബിഅഅ്ളമ മിൻ മുസീബതിക്, ഞങ്ങളുടെ ഖലീഫയായ അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾക്ക് വന്ന പരീക്ഷണത്തോളം ഒരു പരീക്ഷണം ഒരാൾക്കും വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മാ റഅയ്തു മിസ്ല ഇബ്നിക ഇബ്നാ, നിങ്ങളുടെ മകനോളം നല്ലൊരു മകനെ ഞങ്ങൾ കണ്ടിട്ടില്ല. വലാ മിസ്ല അഖീക അഖൻ വലാ മിസ്ല മൗലാക മൗലാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായിരുന്നു സഹൽ. ഉമർ തങ്ങളുടെ സഹോദരൻ, മകനല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ സഹൽ. സഹലിനെ പോലെ നല്ലൊരു സഹോദരനെ, മുസാഹിമിനെ പോലെ നല്ലൊരു മൗലയെ ഞങ്ങളാരും കണ്ടിട്ടില്ല. അങ്ങനത്തെ 3 പേരല്ലേ നിങ്ങളോട് യാത്ര പറഞ്ഞത്? ഇത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തല താഴ്ത്തി നിന്നു. ആരോ പറഞ്ഞു, മാഞ്ഞുപോയ വേദന നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുത്തല്ലേ. ലഖദ് ഹയ്യജ്ത അമീറുൽ മുഅ്മിനീൻ, ആ വേദനകൾ ഇങ്ങനെ ഉറങ്ങിക്കിടന്നിടത്ത് നിങ്ങളത് എണീപ്പിച്ചല്ലേ. എന്തിനാണ് നിങ്ങൾ അവരെ വേദനിപ്പിച്ചത്? മഹാനവറുകൾ തലയുയർത്തിയിട്ട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? റബീഉ ഇബ്നു സബറ, നിങ്ങളാ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞു തരൂ. ഒന്നുകൂടെ പറഞ്ഞു. لا والذي قضى عليهم الموت ما أحب أن شيئا كان من ذلك لم يكن. ആരാണോ മരണത്തിന്റെ ദൂതുമായി അസ്രായീൽ അലൈഹിസ്സലാമിനെ അവരുടെ മേൽ പറഞ്ഞയച്ചത്, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ആ സംഭവിച്ചത് അങ്ങനെ സംഭവിക്കേണ്ടതില്ലായിരുന്നു എന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. അള്ളാഹുവിന്റെ റബ്ബ് തആലയുടെ തീരുമാനമല്ലേ, ആ തീരുമാനത്തിൽ ഞാനിതാ സമ്മതിക്കുകയാണ്, ഞാനിതാ നിന്നു കൊടുക്കുകയാണ്, റബ്ബിന്റെ ഖളാഇനെ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. സ്വഹാബിമാരുടെ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തോട് നമ്മൾ ഇങ്ങനെ ചേർത്ത് വായിക്കണം. നമ്മുടെ കുടുംബത്തിലും ഇതുപോലെയുള്ളത് സംഭവിക്കാം. നമ്മുടെ ജീവിതത്തിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകാം. കൊറോണയുടെ കോവിഡ്-19 ആ ഭീതിതമായ കാലഘട്ടം നമ്മൾ മറന്നുപോയോ? നമ്മുടെ റോഡുകൾ 6 മണിയായാൽ അടച്ചിടുന്ന കാലം, നമ്മുടെ
ചെറിയ ചെറിയ ഊട് വഴികൾ പോലും ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്ന കാലം, സ്റ്റേറ്റുകൾ ഇന്റർ സ്റ്റേറ്റ് വഴികളൊക്കെ അടഞ്ഞു കിടന്നിരുന്ന കാലം, വാഹനമോടാതിരുന്ന കാലം, വീടുകളുടെ ജനൽ പാഴുതുകൾ പോലും തുറന്നു വെക്കാൻ പേടിച്ചിരുന്ന കാലം, കൈകളിൽ കിട്ടുന്ന സാധനമെല്ലാം സാനിറ്റൈസ് ചെയ്ത് കഴുകി പേടിച്ച് നടന്നിരുന്ന ഒരു കാലം നമ്മൾ മറന്നുപോയോ? നമ്മുടെ എത്രയോ ഉമ്മമാർ ഉപ്പമാർ, നമ്മുടെ രാജ്യത്തിലെ എത്രയോ മനുഷ്യന്മാർ ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളെ മരണം കൊണ്ടുപോയ ആ സംഭവം, അതിന്റെ ഭീതിയും നടുക്കവും നമ്മൾ മറന്നുപോയിരിക്കുകയാണല്ലേ? അള്ളാഹു നൽകിയിരുന്ന വലിയൊരു പാഠമായിരുന്നു അത്. അറിയണം, ഷാമിൽ ത്വാഊൻ വന്നൊരു കാലഘട്ടം മഹാനായ ഇമാം ദഹബിയെ പോലെയുള്ളവർ, അല്ലാമ ഇബ്നു കസീർ തങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ ഷാമിൽ ത്വാഊൻ വന്ന കാലം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമുണ്ട്. ആ സംഭവത്തിലേക്ക് വരാം. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് ഒരു സൈന്യം കടന്നു പോകുന്ന സമയമായിരുന്നത്. ഷാമിലാകെ, അതായത് ജോർദാൻ, ഫലസ്തീൻ, ലെബനോൻ, സിറിയ, ഈ പ്രദേശങ്ങളെല്ലാം പ്ലാഗ് പിടിച്ചിരിക്കുകയാണ്. ഫലസ്തീനിലേക്കാണ് സ്വഹാബിമാർ പോകുന്നത്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചു. ആ ഖുതുബയിൽ മഹാൻ ഒരു വാക്ക് പറഞ്ഞു: ഇന്ന ഹാദ ത്വാഊന റിജ്സുൻ ഫഫിറൂ മിൻഹു ഫിൽ ഔദിയതി വശ്ശഅബ്. ജനങ്ങളെ, ഈ പ്ലാഗ്, ഈ മാറാവ്യാധിയായ അസുഖം, ഇത് അല്ലാഹു നൽകുന്ന റബ്ബിന്റെ ഒരു നാശമാണ്, ഒരു റിജ്സാണ്, ഒരു നജസാണ്, ഒരു മാലിന്യമാണ്. അതുകൊണ്ട് ആ മാലിന്യത്തിൽ നിന്നും നിങ്ങൾ മലഞ്ചെരുവുകളിലേക്കും മലയോരങ്ങളിലേക്കും ഓടി രക്ഷപ്പെട്ടേക്കണേ. അങ്ങനെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു എന്ന് കേട്ടപ്പോഴാണ് സ്വഹാബിയായ ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു വസ്ത്രവും പിടിച്ചു ഓടി വന്നുകൊണ്ട് പറഞ്ഞു: അംറേ, നിങ്ങൾ എന്തേ അങ്ങനെ പറഞ്ഞു പോയത്? അങ്ങനെയല്ലല്ലോ ഞാൻ ഹബീബിൽ നിന്ന് കേട്ടത്. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ الطاعون رحمة ربكم ودعوة نبيكم يستشهد الله به أنفسكم ويزكي أعمالكم. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, മാറാവ്യാധികൾ, പാൻഡമിക്കുകൾ എന്ന് പറയുന്നത് റഹ്മ, അതൊരു റഹ്മത്താണെന്നല്ലേ പറഞ്ഞത്? അതൊരു കരുണയാണ്. വദഅവതു നബിയിക്കും, നിങ്ങളുടെ നബിയുടെ പ്രാർത്ഥനയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ ശരീരങ്ങൾക്ക് യസ്തശ്ഹിദുല്ലാഹു ബിഹി അൻഫുസകും, നിങ്ങൾ ഓരോരുത്തർക്കും ഷഹാദത്തിന്റെ കൂലി അല്ലാഹു നൽകുന്ന വിഷയമാണ്. ത്വാഊനിലൂടെ മരിക്കുന്നവർ, പകർച്ചവ്യാധിയിലൂടെ മരിക്കുന്നവർ, പാൻഡമിക്കിലൂടെ മരിക്കുന്നവർക്ക് രക്തസാക്ഷിത്വത്തിന്റെ കൂലിയുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു. വയുസക്കി അഅമാലകും, നിങ്ങളുടെ അമലുകൾക്ക് അല്ലാഹു പരിശുദ്ധി നൽകും. ഇതാണ് ഞാൻ കേട്ടത്. അംറേ, നിങ്ങൾ പറഞ്ഞത് റിജ്സ് എന്നാണെന്നല്ലേ? അത് റിജ്സ് അല്ലല്ലോ എന്ന് ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് അവിടെ തിരുത്തുകയാണ്. നമ്മൾ അറിയണം, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള COVID-19 ആവട്ടെ, അതിന് മുമ്പാവട്ടെ, അതിന് ശേഷമോ പരിസരത്തോ ആവട്ടെ, ഏതെങ്കിലും പകർച്ചവ്യാധികളിൽ മരിച്ചുപോയ ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മുഴുവനും, ആണിനും പെണ്ണിനും അല്ലാഹു രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് സങ്കടപ്പെടാനുള്ളത്? നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ വെന്റിലേറ്റർ കിട്ടാതെ മരിച്ചുപോയവരുണ്ടാകാം. ന്യൂമോണിയ ബാധിച്ചിട്ട് ഒരിറ്റ് വെള്ളമോ ഒരു മരുന്നോ പോലും കൊടുക്കാൻ കഴിയാതെ, ബന്ധുക്കൾക്ക് കാണാൻ കിട്ടാതെ, ഖബറിൽ പോലും മറവ് ചെയ്യാൻ കൃത്യമായ രീതിയിൽ നമ്മുടെ ചര്യകൾ അനുസരിച്ച് ചെയ്യാൻ കഴിയാതെ, മയ്യിത്ത് പോലും വിട്ടുകിട്ടാതെ പോയ എത്രയോ കുടുംബങ്ങളുണ്ട്. നിങ്ങൾ സങ്കടപ്പെടല്ലേ? അല്ലാഹു നിങ്ങൾക്ക് രക്തസാക്ഷിത്വം നൽകുന്ന ഒരു മഹാസംഭവമാണ്. അതുകൊണ്ട് അത് റഹ്മത്താണെന്ന് പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞുവെന്ന് ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു ആ സംഭവം മുആദ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ആരാണ് മുആദ് ഇബ്നു ജബൽ എന്ന് നമ്മൾക്കറിയണം. സ്വഹാബിമാരിൽ ആലിമീങ്ങളായ സ്വഹാബിമാരുടെ നേതാവാണ്. സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ലോകത്ത് വരാൻ പോകുന്ന സർവ്വ ആലിമീങ്ങളുടെയും സയ്യിദും അവരുടെ ഖായിദും, സ്വർഗ്ഗത്തിലേക്ക് നടക്കാൻ പോകുന്ന, സ്വർഗ്ഗത്തിലേക്ക് നയിക്കാൻ പോകുന്ന ആലിമീങ്ങളുടെ ആലിമാണ്. 34 വയസ്സിൽ വഫാത്തായി പോയ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു 34 വയസ്സിലാണ് മരിക്കുന്നത്. പക്ഷേ ഉലമാക്കളുടെ മുഴുവൻ സയ്യിദാണ്, അവരുടെ സാബിഖാണ്. യസ്ബിഖുഹും ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ. എല്ലാ ആലിമീങ്ങളും സ്വർഗ്ഗത്തിൽ കടക്കുന്നതിന്റെ എത്രയോ മുമ്പ് മഹാനവറുകൾ സ്വർഗ്ഗത്തിൽ കടന്നിരിക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബി. ഷാമിൽ വെച്ച് നടന്ന
അംർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗവും അതിന് മഹാനായ ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുത്തതും മദീനയിൽ നിൽക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അന്നേരം ഒരു ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅൽ നസീബ അഹ്ലി ബൈതി മുആദിനിൽ ഔഫറ മിൻഹു. അല്ലാഹുവേ, മുആദ് ഇബ്നു ജബലിന്റെ കുടുംബത്തിന് നീ നൽകുന്ന പ്രതിഫലത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഫലം ഇതുപോലെയുള്ള ഒരു പ്ലാഗ് പിടിച്ചിട്ടാവട്ടെ, എനിക്ക് പ്രശ്നമല്ല, അതുകൊണ്ട് ഷഹാദത്ത് ലഭിക്കുമെങ്കിൽ അതാവട്ടെ എന്റെ കുടുംബത്തിൽ സംഭവിക്കേണ്ടത് എന്ന് ദുആ ചെയ്തു. നോക്കണം, അല്ലാഹു ചില ദുആകൾക്ക് ഉത്തരം പെട്ടെന്നാണ് കൊടുക്കുന്നത്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ 2 പെൺകുട്ടികൾക്ക് ആദ്യമായി പ്ലാഗ് പിടിച്ചു. 2 പെൺകുട്ടികൾക്ക് പ്ലാഗ് പിടിച്ചു. ആ 2 പെൺകുട്ടികളും വഫാത്താവുകയാണ്. ഫദഫനഹുമാ ഫീ ഖബറിൻ വാഹിദിൻ. ഒരേ ഖബറിലാണ് മുആദ് റളിയല്ലാഹു അൻഹു 2 പെൺമക്കളെയും മറവ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ അവരുടെ മകനുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് എന്നവർക്കും പ്ലാഗ് പിടിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് മഹാനവറുകളുടെ ഏറ്റവും അഅ്സു അബ്നാഇഹി, തന്റെ മക്കളിൽ ഏറ്റവും മഹാൻ സ്നേഹിച്ച മോനാണ്. ആ മോനോട് മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ തജിദുക, മോനെ എങ്ങനെയുണ്ട് സുഖം? അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ് മുആദ് എന്നവർ, റബ്ബേ, പ്ലാഗ് കൊണ്ട് ഷഹാദത്ത് ലഭിക്കുമെങ്കിൽ എന്റെ കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതായിക്കൊള്ളട്ടെ എന്ന് ദുആ ചെയ്യുകയായിരുന്നു. മോൻ അബ്ദുറഹ്മാനിന് പ്ലാഗ് പിടിച്ചു കിടക്കുമ്പോൾ ചോദിച്ചു, കൈഫ തജിദുക? അതിന് മോൻ പറഞ്ഞ മറുപടി, അബതാ അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകും മിനൽ മുംതരീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ ഒരായത്തിന്റെ അവസാനമാണത്. അബതാ, എന്റെ ഉപ്പ, അൽ ഹഖ്ഖു മിർ റബ്ബിക്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് സത്യം, സത്യം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. ഫലാ തകും മിനൽ മുംതരീൻ, അതുകൊണ്ട് സംശയിക്കണ്ട, ഞാൻ മരണത്തിലേക്കുള്ള യാത്രയിലാണ്. ഇതാണ് പറയുന്നതിന്റെ അർത്ഥം. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇസ്മാഈൽ നബിയുടെ മറുപടി, ഇസ്മാഈൽ നബിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിങ്ങൾ അറുക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം ഉപ്പ എന്ന് ഇസ്മാഈൽ നബി പറഞ്ഞ മറുപടി, മുആദ് എന്നവർ മകനോട് പറയാണ്, മോനെ, നിങ്ങളുടെ മരണത്തിൽ ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഇത് പറഞ്ഞതിന് ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ മുആദ് എന്നവരുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാനും ലോകത്തോട് വിട പറഞ്ഞു. എന്റെ വീട്ടുകാർക്ക് നീ നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഈ പ്ലാഗിൽ നിന്നായിക്കൊള്ളട്ടെ എന്ന് ദുആ ചെയ്തിരുന്നു മുആദ് എന്നവര്. ഇതിന്റെ മറുപടിയാണ് വന്നത്. 2 പെൺമക്കളും പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാനും അല്ലാഹുവിലേക്ക് യാത്രയായി. പിന്നെ വരുന്നു മുആദ് എന്നവരുടെ കൈയിന് അസുഖമാകുന്നു. മുആദ് എന്നവരുടെ കൈയിന് പ്ലാഗിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. ആ കൈ ഇങ്ങനെ ചുംബിച്ചുകൊണ്ട് മഹാൻ പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ലഹിയ ഹബ്ബു ഇലയ്യ മിൻ ഹുംറിൻ നഅം. ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാളും അസുഖം ബാധിച്ചു കിടക്കുന്ന എന്റെ കൈയാണ് എനിക്ക് ഇഷ്ടമായത്. മുഅ്മിനേ, ഈ ഒരു വാക്ക് പറയൽ എളുപ്പമല്ല. നമ്മളങ്ങനെ പറയൽ സുന്നത്താണെന്നുമല്ല പറയുന്നത്. പക്ഷേ സ്വഹാബിമാരുടെ സ്വബറും അവരുടെ ക്ഷമയോളം അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കാണുമ്പോഴെങ്കിലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയോ ചെറുതാണ്, എത്രയോ നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ കയ്യിലേക്ക് നോക്കിയിട്ടാണ് മുആദ് എന്നവർ പറയുന്നത്, ലഹിയ ഹബ്ബു ഇലയ്യ മിൻ ഹുംറിൻ നഅം. ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം ഇതാണ്. ഇത് പറഞ്ഞിട്ട് സുമ്മ യുഗ്ശാ അലൈഹി, പ്ലാഗ് ബാധിച്ച് മഹാനവരുടെ ബോധം നഷ്ടപ്പെട്ടു പോകും. ബോധം തെളിഞ്ഞാൽ വീണ്ടും എഴുന്നേൽക്കും. എന്നിട്ട് പറയും, യാ റബ്ബി ഗുമ്മ ഗുമ്മക് വഖ്നഖ് ഖനഖതക് ഫവഇസ്സതിക ലഇന്നക ലതഅലമു അന്നി ഉഹിബ്ബുക. റബ്ബേ, സങ്കടമാണെങ്കിൽ സങ്കടം, അല്ലാഹുവേ, എന്റെ കഴുത്ത് ഞെരിക്കുകയാണെങ്കിൽ അത് ഫവഇസ്സതിക, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. ഇന്നക ലതഅലമു അന്നി ഉഹിബ്ബുക, അല്ലാഹുവേ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയുമല്ലോ റബ്ബേ. നീ തന്നതല്ലേ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു റബ്ബേ. നീ തന്നത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു റബ്ബേ എന്ന് കൈകളിലേക്ക് നോക്കി പറയുമായിരുന്ന മുആദ് റളിയല്ലാഹു അൻഹു. മഹാനെ കാണാൻ വേണ്ടി മഹാന്മാരായ സ്വഹാബിമാർ, താബിഈങ്ങൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഗനമ തങ്ങളടക്കമുള്ള ആളുകൾ മുആദ് എന്നവരെ കാണാൻ വേണ്ടി വരികയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കിടക്കുന്ന മകൻ, ആ മകൻ മരിക്കുന്ന നേരത്തെ ഒരു അനുഭവമുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു മകന്റെ തലയുടെ അരികത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. വാപ്പ കണ്ടുകൊണ്ടിരിക്കുന്നു മകൻ അബ്ദുറഹ്മാൻ എന്നവർ മരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ നനയുകയാണ്. ആ കണ്ണുകൾ നനയുമ്പോ വന്ന ആളുകളോട് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹ്, നിങ്ങൾ കരയുകയാണോ? ഫവല്ലാഹി
ലഅൻ യഅലമല്ലാഹു ബിറിളാഇ ബിഹാദാ അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഗസാത്തിൻ ഗസൗതുഹാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ധർമ്മസമരം ചെയ്തിട്ടുണ്ട് ഒരുപാട്. അതിനേക്കാളൊക്കെ ഞാൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് എന്റെ മകന് വന്ന ഈ ഒരു മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുന്ന ക്ഷമക്ക് അല്ലാഹു നൽകുന്ന കൂലിയാണ്. من كان عليه عزيز وبه ضنين فصبر على مصيبته واحتسب أبدل الله الميت دارا خيرا من داره وقرارا خيرا من قراره وأبدل المصاب الصلاة والرحمة والمغفرة والسلوان. അതുകൊണ്ട് ഈ ഒരു മുസീബത്തിൽ ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്റെ മകന്റെ ഖബർ നാളെ സ്വർഗമാണ്. ആ ഖബറിൽ അവന് വസന്തമാണ്, ആനന്ദമാണ്. അതിന് പകരം അല്ലാഹു എനിക്ക് മനസ്സമാധാനം നൽകും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫില്ലാഹി ഖലഫുൻ മിൻ കുല്ലി ഹാലിക് വഅസാഉം മിൻ കുല്ലി മുസീബ വലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. കൂടെ വന്ന ആളുകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ച കരുണാനിധിയായ അത്രമേൽ സ്നേഹിച്ചിരുന്ന മോനായിരുന്നു അബ്ദുറഹ്മാൻ. എന്നിട്ടുകൂടെ അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ അവിടെ വന്നപ്പോൾ തന്റെ മകനെക്കാളും അള്ളാഹുവേ ഞാൻ നിന്നെയാണ് ഇഷ്ടപ്പെടുന്നത്, നിന്റെ ഖളാ ആണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കുല്ലു മാ കാന മിൻ ഖളാഇൻ ഫയഹ്ലു ബിഫുആദി നുസൂലുഹു വയതീബു. അറിയണമേ, ജീവിതം ഇങ്ങനെയാണ്. സങ്കടം, ദുഃഖം, സന്തോഷം, ഇതിന്റെ ഒരു മിശ്രിതമാണ് ഈ ലോകം. എന്ത് സന്തോഷം നമ്മൾ അനുഭവിച്ചാലും തൊട്ട് ഉടനെ ഒരു സങ്കടം കേൾക്കേണ്ടി വരും, അറിയേണ്ടി വരും, കാണേണ്ടി വരും. ഈ ലോകം ഇങ്ങനെയാണ്. അജബൽ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അത്ഭുതമാണ്. അവനുണ്ടാകുന്ന നന്മ കാരണം അവൻ അല്ലാഹുവിനെ സ്തുതിക്കും, അവനുണ്ടാകുന്ന പരീക്ഷണം കാരണം അല്ലാഹുവിനോട് ക്ഷമിക്കും. ഈ രണ്ട് ഘട്ടത്തിലും അവന് പ്രതിഫലമുണ്ടല്ലോ എന്ന് പറഞ്ഞ നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ അറിയുമല്ലോ. മുത്തബിഉസ് സുന്നഹ്, മുഹിബ്ബുസ് സുന്നഹ്, സുന്നത്ത് അത്രമേൽ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. മക്കയിലെ ഹയ്യ ശുഹദായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മക്കയിൽ ചെല്ലുമ്പോൾ സിയാറത്ത് പോകണം. ഹയ്യ ശുഹദാ ഏത് ടാക്സി വിളിച്ചാലും കിട്ടും. ഹയ്യ ശുഹദായിൽ ഒരു കെട്ടിനകത്താണ് മഹാനവരുടെ മഖാമുള്ളത്. സ്വഹാബിയാണ്, ഹബീബായ നബി തങ്ങളെ അത്രമേൽ ഇത്തിബാഅ് ചെയ്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ബഹുമാനപ്പെട്ടവരുടെ ഒരു മകൻ രോഗാസന്നനായി, രോഗം വന്ന മരണാസന്നനായി വേദനിച്ചു കഴിയുകയാണ്. അപ്പൊ ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന, അന്ന് അവർക്ക് പ്രായമുണ്ട്, ഈ പ്രായമുള്ള മഹാൻ വേദനിച്ച് നെഞ്ചുപൊട്ടി മരിക്കുമോ, വിഷമിച്ച് മരിക്കുമോ എന്ന എന്ന വിഷമത്തിലാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരുടെ മകൻ മരണപ്പെടുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജനാസയുടെ കൂടെ പോകുന്നു ഇബ്നു ഉമർ എന്നവർ. ആ സന്ദർഭത്തിൽ ഒരാളുടെ മുഖത്തും സന്തോഷമില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് മാത്രമാണ് പുഞ്ചിരി ഉണ്ടായിരുന്നത്. അവർ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, നിങ്ങൾ കരഞ്ഞ് പൊട്ടിത്തകരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷേ ഈ യാത്രയിൽ നിങ്ങൾ എന്തേ സന്തുഷ്ടനായി കാണുന്നത്? അപ്പൊ പറഞ്ഞു, ഇന്നമാ തിൽക കാനതു റഹ്മതൻ ബിഹി. എന്റെ മകൻ അല്ലാഹു നൽകിയ മരണം ഒരു റഹ്മത്താണ്. നമ്മൾ അറിയണേ, വേദന കൊണ്ട് പൊളയുന്ന വളരെ മാരകമായ അസുഖങ്ങളിൽ ഡോക്ടർമാർക്ക് പോലും ഒരു വേദന സംഹാരിയായ ഒരു പെയിൻ കില്ലർ പോലും കൊടുത്തിട്ട് ഏശാത്ത രോഗങ്ങളില്ലയോ? ആ രോഗങ്ങളിൽ അല്ലാഹു മരണം നൽകുകയാണെങ്കിൽ ആ രോഗിക്ക് ഏറ്റവും വലിയ റഹ്മത്തായിരിക്കും അത്. ഇന്നമാ തിൽക കാനതു റഹ്മതൻ ബിഹി. എന്റെ മോനോട് അല്ലാഹു കാണിച്ച റഹ്മത്താണത്. ഫലമ്മാ വഖഅ അംറുല്ലാഹി റദീനാ ബിഹി. ആ മകൻ അല്ലാഹുവിന്റെ ഖളാ വന്നപ്പോൾ ആ ഖളായിൽ നമ്മൾ തൃപ്തിപ്പെടുകയാണ്. ഇത് പറഞ്ഞ വാപ്പയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ വാപ്പയെ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുണ്ടോ? അത് ആരുടെ മോനാണ്? മഹാനായ നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ്, ഉമറേ, നിങ്ങൾ വരുന്ന വഴിയിലൂടെ പിശാച് വരികയാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ പിശാച് വഴി മാറി ഓടും എന്ന്
ആരെക്കുറിച്ചാണോ നബി തങ്ങൾ പറഞ്ഞത് ആ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണിത്. ഈ മകനെ കുറിച്ച് ഉമർ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുവേ എന്റെ മക്കളിൽ ആര് മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല, എന്റെ കുടുംബത്തിൽ ആര് മരണപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല, എന്നാൽ എന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ പെട്ടെന്ന് മരിപ്പിക്കരുതേ. ഫഇന്നി അർജു അൻ യതൂല ഉംറുഹു, എന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ ആയുസ് നീളണമെന്നാണ് റബ്ബേ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്റെ മകൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകും. നല്ല നിയ്യത്തോടുകൂടെ കർമ്മം ചെയ്യുന്ന മോനാണ് എന്റെ മകൻ. അതുകൊണ്ട് മാമിൻ അഹ്ലിൻ വലാ മാലിൻ വലാ വലദിൻ ഇല്ലാ വഅന ഉഹിബ്ബു അൻ അഖൂല അലൈഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇല്ലാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. എന്റെ മക്കളിൽ ആര് മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഇന്നാ ലില്ലാഹി പറയും. പക്ഷേ എന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ജീവിച്ചിരുന്നാൽ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുണ്ട്. ആലിമായ മഹാനാണ്, മുഹദ്ദിസാണ്, ഹബീബിന്റെ സുന്നത്തുകൾ പഠിപ്പിക്കുന്ന സ്വഹാബിയാണ്. അതുകൊണ്ട് എന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പെട്ടെന്ന് മരിപ്പിക്കരുതേ എന്ന് ഒരു വാപ്പ ദുആ ചെയ്തു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി. ആ വാപ്പയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത്രമേൽ ഇൽമും യഖീനുമുള്ള ആളുകൾക്കാണ് തന്റെ സ്വന്തം മകനെ അല്ലാഹു കൊണ്ടുപോകുന്ന ആ ഒരു വിയോഗത്തിൽ ഇത്രമേൽ അവർക്ക് മനസ്സ് കൃത്യമായും മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുന്നത്. അറിയണം, ഒരു കുഞ്ഞോ ഒരാളോ നമ്മുടെ വീട്ടിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവേ നിന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെട്ടു എന്ന അർത്ഥത്തിൽ അൽഹംദുലില്ലാ എന്നൊരാൾ പറഞ്ഞാൽ, അത് പ്രത്യേകിച്ച് കൊച്ചുമക്കൾ മരണപ്പെട്ടു പോകുമ്പോ അള്ളാഹു ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിത് കൊടുക്കും. വസമ്മാഹു ബൈത്തുൽ ഹംദ്, ആ വീടിന് അള്ളാഹു ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കുമെന്ന് ഹബീബായ നബിയല്ലേ പഠിപ്പിച്ചത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷമയുടെ ലോകം വലുതാണ്, അതിന് അനുഭവങ്ങളും വലുതാണ്. അല്ലാമ ഇബ്നുൽ ജൗസി തങ്ങളുടെ ഒരു കിതാബുണ്ട്, ഉയൂനുൽ ഹികായാത്ത്. മഹാനായ ഇബ്നുൽ ജൗസി ആയിരക്കണക്കിന് പേജുകൾ ഗ്രന്ഥം എഴുതിയ പണ്ഡിതനാണ്. ആയിരക്കണക്കിന് ശിഷ്യന്മാരെ ലോകത്തിന് വാർത്തെടുത്ത മഹാനാണ്. അറിവിന്റെ മഹാസാഗരമാണ് അല്ലാമ ഇബ്നുൽ ജൗസി. അദ്ദേഹത്തിന്റെ ഉയൂനുൽ ഹികായാത്തിൽ വളരെ മനോഹരമായ ഒരുപാട് സംഭവങ്ങൾ വായിക്കാൻ കഴിയും. അസ്മഇയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അതിൽ ഉമ്മു അഖീൽ എന്ന് പറയുന്ന അറാബിയത്തായ ഒരു പെണ്ണിന്റെ കഥയാണത്. അല്ലാമ അസ്മഇ നഹ്വി പണ്ഡിതനാണ്, അറബ് ഗ്രാമർ പണ്ഡിതനാണ്. അസ്മയുടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, വളരെ കൗതുകമുള്ള കവിതകൾ കാണും. അസ്മയുടെ അനുഭവങ്ങളൊക്കെ വായിക്കാൻ തന്നെ എന്തോ ഒരു രസമാണ്. അസ്മഇ പറയാണ്, ഞങ്ങൾ കുറച്ചാളുകൾ മരുഭൂമിയിലൂടെ വഴിതെറ്റി വഴി നഷ്ടപ്പെട്ട് ഏതോ ഒരു മലഞ്ചെരുവിൽ ഒരു വൃദ്ധയായ ഉമ്മയുടെ ടെന്റിന്റെ മുമ്പിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അവിടെ നോക്കുമ്പോൾ ഒരു വൃദ്ധയായ ഉമ്മയുണ്ട്. ഞങ്ങൾ സലാം പറഞ്ഞു, അവർ സലാം അടക്കുന്നുണ്ട്. എന്നിട്ട് ആ ഉമ്മ ചോദിച്ചു, മൻ അൻതും, പ്രായമായൊരു പെണ്ണ്, നിങ്ങൾ ആരാണ്? പറഞ്ഞു, ഖൗമൻ ളലൽന ത്വരീഖ്, വഴി നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ്, വഴി അറിയില്ല, ഞങ്ങൾക്ക് വിശപ്പുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിരിക്കണേ, ഒരു പായ ഞങ്ങൾക്ക് തന്നു, ആ പായയിൽ പോയിരിക്കാൻ പറഞ്ഞു. ഞാനും എന്റെ കൂട്ടുകാരും ഇരിക്കുകയാണ്. അസ്മഇ അനുഭവം പറയുന്നു. ആ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാർ ചെയ്യാൻ പോകുന്നു. അപ്പോഴാണ് ദൂരെ നിന്നൊരാൾ വരുന്നത്, ഒരു ഒട്ടകപ്പുറത്ത് ധൃതി പിടിച്ചു വരുന്നുണ്ട്. ആ ഉമ്മ പറഞ്ഞു, അസ്അലുല്ലാഹ ബറകതൽ മുഖ്ബിൽ, ആ വരുന്ന മനുഷ്യന്റെ ബറക്കത്ത് അല്ലാഹുവേ എനിക്ക് നൽകണമേ. അമ്മൽ ബഈറു ഫബഈറു വലദി, ആ ഒട്ടകം കാണുമ്പോൾ എന്റെ മകൻ അഖീൽ എന്ന മകന്റെ, എന്റെ അഖീലിന്റെ ഒട്ടകമാണ്. വഅമ്മാ റാകിബുഹു ഫലൈസ ബിവലദി, ആ ഒട്ടകത്തിന്റെ മുകളിൽ യാത്ര ചെയ്തു വരുന്ന ആളാണെങ്കിലോ എന്റെ മകൻ അഖീലല്ലല്ലോ. അല്ലാഹുവേ ആ വരുന്ന മനുഷ്യനിൽ നിന്നും ഒരു നല്ല വാർത്ത കേൾപ്പിക്കണമേ. അയാളിങ്ങനെ അരികത്തേക്ക് വന്നു. അസ്മയും കൂട്ടുകാരും ഒരു പായയിൽ ഖൈമയുടെ ടെന്റിന്റെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. വിജനമായ മരുഭൂമിയിൽ എവിടെയോ ഒരു മലന്താഴ്വരയിൽ, ഒരു മലയോരത്ത്, ഒരു വൃദ്ധയായ ഉമ്മയുടെ ടെന്റിന്റെ അരികത്ത് ഒരു വഴിയാത്രക്കാരൻ വരുന്നു, അഖീൽ എന്ന മകന്റെ ഒട്ടകപ്പുറത്ത്. യാ ഉമ്മ അഖീൽ അസ്സലാമു അലൈക്കി, ആ ഉമ്മയോട് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അഅ്ളമല്ലാഹു അജ്റക ഫീ അഖീൽ, അഖീലിന്റെ വിഷയത്തിൽ അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞാൽ അഖീൽ മരണപ്പെട്ടു എന്നാണ് ഇതിനർത്ഥം. വൈഹക് അവഖദ് മാത അഖീൽ, എന്റെ മകൻ അഖീൽ മരിച്ചോ എന്ന് ചോദിച്ചു. നഅം, അതേ മരിച്ചു.
എന്തേ മരിക്കാൻ കാരണം? ഒട്ടകത്തിന്റെ കാലിനടിയിൽ പെട്ടുപോയതാണ്. ഒട്ടകം ചവിട്ടി മരിച്ചതാണ്. ആ ഒട്ടകം ചവിട്ടിയിട്ട് ഒരു കിണറ്റിലേക്കാണ് അഖീലിനെ തള്ളിയിട്ടത്. ഉമ്മ പറഞ്ഞു, താഴെ ഇറങ്ങ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ചെറുപ്പക്കാരന്റെ കൈകളിലേക്ക് ഒരു ആട്ടിൻകുട്ടിയെ ഏൽപ്പിച്ചിട്ട് പറയുന്നു, ഇതാ ഇത് എനിക്ക് വന്ന ഗസ്റ്റുകളാണ്, എന്റെ അതിഥികളാണ്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, വേഗം ആടിനറുത്ത് പാകം ചെയ്യുമെന്ന് പറഞ്ഞു. അസ്മഈ പറയുന്നു, ഞങ്ങൾ അത്ഭുതപ്പെട്ടു. സ്വന്തം ഒരേ ഒരു മകൻ മരുഭൂമിയിൽ തന്റെ അഖീൽ എന്ന മകനോടുകൂടെ ജീവിക്കുന്ന ഉമ്മ, ആ ഉമ്മാക്ക് അഖീലിനെ കാണാൻ കഴിയില്ല. നമ്മുടെ ഒരു ഉമ്മയാണെങ്കിൽ പൊട്ടിത്തെരിച്ചു ബോധം കെട്ട് ബോധം നഷ്ടപ്പെട്ട് നിലവിളിച്ചു കൂടേണ്ട നേരമാണ്. എന്നാൽ ഇസ്തിർജാ ചെയ്ത് ഇന്നാ ലില്ലാഹി ചൊല്ലിയിട്ട് അതിഥികളെ വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഞങ്ങളോട് ആ ഉമ്മ ചോദിച്ചു, മക്കളെ, നിങ്ങളിൽ ഖുർആൻ പഠിച്ചവരുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. ഇഖ്റഉ അലയ്യ ആയാതിൻ തഅസ്സാ ബിഹാ അൻ ഇബ്നി അഖീൽ. എന്റെ മകൻ അഖീലിനെ അല്ലാഹു കൊണ്ടുപോയല്ലോ, ആ സങ്കടം ഒന്ന് ഇറക്കി വെക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഓതിത്തരാൻ കഴിയുന്നവരുണ്ടോ നിങ്ങളിൽ? അപ്പൊ അസ്മഈയും കൂടെയുള്ള ആളുകളും ഓതാൻ തുടങ്ങി സൂറത്തുൽ ബഖറ. വബശ്ശിരിസ് സാബിരീൻ. ഉമ്മ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് ഖുർആനിൽ. വബശ്ശിരിസ് സാബിരീന അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. വബശ്ശിരിസ് സാബിരീൻ. ശരീരത്തിലും മക്കളിലും സമ്പാദ്യത്തിലും നിങ്ങളുടെ കൃഷിയിടങ്ങളിലും പഴവർഗ്ഗങ്ങളിലും നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും ഞാൻ പരീക്ഷിക്കും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കണേ നബിയെ. ആ ക്ഷമിക്കുന്നവർ എന്താണ് പറയേണ്ടത്? ഇന്നാ ലില്ലാഹ്, ഞങ്ങളെല്ലാം അല്ലാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം അവനിലേക്ക് യാത്ര പോകുന്നവരാണ്. അങ്ങനെ പറയുന്നവരോട് പറയൂ നബിയെ, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. അല്ലാഹുവിന്റെ കാരുണ്യവും റബ്ബിന്റെ സംരക്ഷണവും അല്ലാഹുവിന്റെ ദയാവായ്പകളും അവർക്കുണ്ടാകുന്നതാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അങ്ങനെ ക്ഷമിക്കുന്നവരാണ് സന്മാർഗം സിദ്ധിച്ചവരെ. ആ ഉമ്മ പറയുകയാണ്, വല്ലാഹി ഇന്നഹാ ലഫീ കിതാബില്ലാഹ്. ഇങ്ങനെ ഉണ്ടല്ലേ അല്ലാഹുവിന്റെ കിതാബിൽ. ഈ ഉമ്മാക്ക് അതറിയില്ലായിരുന്നു. ഇങ്ങനെ ഉണ്ടല്ലേ അല്ലാഹുവിന്റെ കിതാബിൽ. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞ വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സബ്റൻ ജമീലാ വ ഇൻദല്ലാഹി അഹ്തസിബു അഖീലാ. അല്ലാഹുവിന് മുമ്പിൽ ഞാൻ മനോഹരമായ ഒരു ക്ഷമ ക്ഷമിക്കുകയാണ്. എൻ്റെ അഖീലിന് പകരം അല്ലാഹു എനിക്ക് നാളെ കൂലി തരും. അഖീലിന് നാളെ അല്ലാഹു കാണിച്ചു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. യാ റബ്ബ്. എന്നിട്ട് ആ ഉമ്മ ദുആ ചെയ്തു, റബ്ബേ, നീ എന്താണോ എന്നോട് പറഞ്ഞത് ഞാനത് ചെയ്തിരിക്കുന്നു. നീ എന്താണോ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തത്. എന്താ വാഗ്ദത്തം? ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിന്റെ സ്വലാത്തും റഹ്മത്തും നിന്റെ ഹിദായത്തും ഫഅൻജിസ്ലി വഅദി. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, വലൗ ബഖിയ അഹദുൻ ലിഅഹദിൻ ലബഖിയ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉമ്മത്തി. ആർക്കെങ്കിലും വേണ്ടി ഈ ലോകത്ത് ബാക്കിയാവുമായിരുന്നുവെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് ഈ ഉമ്മത്തിന് വേണ്ടി ബാക്കിയാകുമായിരുന്നുവല്ലോ. അവിടുന്ന് ലോകത്തോട് യാത്ര പറഞ്ഞു പോയില്ലേ. ഇനി എന്തിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ആരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഹബീബ് പോയില്ലേ. എൻ്റെ മകൻ അഖീൽ പോയതിൽ എനിക്കൊരു നഷ്ടവും ഒരു വേദനയുമില്ല എന്ന് ഉമ്മു അഖീൽ എന്ന ഉമ്മ മരുഭൂമിയിൽ വെച്ച് പറഞ്ഞതിനോളം ക്ഷമയുടെ ഉദാത്തമായൊരു മാതൃക ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നിട്ടാണ് ആ ഉമ്മ പിന്നെ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് ഫഇദാ ദകർത മുസീബതൻ വമുസാബഹാ ഫദ്കുർ മുസാബക ബിന്നബി മുഹമ്മദി. فإذا ذكرت مصيبة ومصابها
فاذكر مصابك بالنبي محمد اللهم صل وسلم وبارك عليه. അല്ലാഹു ഉമ്മത്തിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾക്ക് റബ്ബ് പരിഹാരം നൽകട്ടെ. അല്ലാഹു